ലക്ഷ്മണനും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും അതിൽ സമ്പാദിച്ച സ്വത്താണ് എന്നും കോടതിയിൽ ഒരു റെക്കോർഡ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേണ്ട സാറേ, എന്റെ ഭാര്യ അംബുജം എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എനിക്ക് പോകണം. നിങ്ങൾ എന്നെ എങ്ങോട്ടായി കൂട്ടിക്കൊണ്ട് പോണത്? ഇയാളാരാ? ഇത് തോട്ടത്തെ വീട്ടിലെ മാർത്താണ്ഡം പിള്ളയുടെ ഒറ്റ മോനാണ്. ഇയാൾക്ക് എന്താ വേണ്ട? അതും ഞാൻ തന്നെ പറയാം സാറേ. JPക്കെതിരെ ഒരു കള്ള ഡോക്യുമെന്റ് നമ്മൾ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തല്ലോ. അത് JP നിങ്ങളെ ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണെന്നും പറഞ്ഞ് ഇപ്പൊ ഇവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഒപ്പ് ചോദിക്കുകയാണ്. ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത് സാറേ. നമ്മൾ രണ്ടാളും ജീവനോടെ തിരിച്ചു പോകണ്ടേ? ഞാൻ ആരാന്നറിയോ എനിക്ക്? എന്റെ സാറേ, ഒരു ഒപ്പല്ലേ അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഇവ കൊന്നുകളയും. അങ്ങോട്ടൊന്ന് നോക്ക് സാറേ. ആ JPയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവൻ കളയണോ? സാറേ, ആക്സിലേറ്റർ ചവിട്ടല്ലേ, ആക്സിലേറ്റർ ചവിട്ടല്ലേ. എന്റെ ജീവൻ ഇപ്പൊ പോവും. പേടിച്ചിട്ട് എന്റെ ജീവൻ ഇപ്പൊ പോവും. ഒന്ന് നിർത്ത്. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്ന് ഇറക്കി വിട് വേഗം. ഞാനൊരു പാവാണ്, എന്നെ വിട്ടേക്കണേ. ഞാൻ സാറിന്റെ കാല് പിടിച്ച് യാചിക്കാണ്. ലോയർ ലക്ഷ്മണ, മര്യാദയ്ക്ക് ഒപ്പിടാണെങ്കിൽ രണ്ടുപേർക്കും വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് അങ്ങ് മുകളിലേക്ക് പോവാം. ചാവാൻ എനിക്ക് തീരെ പേടിയില്ല. അതിങ്ങോട്ട് തന്നെ വേഗം ഒപ്പിട്ട് കൊടുത്തേക്ക് സാറ്. പങ്കാളി എന്ന നിലയിൽ മരിച്ചുപോയ രത്നരാജിന് അവകാശപ്പെട്ട കോടിക്കണക്കിനുള്ള സമ്പത്ത് ജയപ്രകാശ് കൃത്യമായ കണക്ക് കാണിക്കാത്തതുകൊണ്ടും രത്നരാജിനെ പല വഴിയിലൂടെ ചതിച്ച് മുഴുവൻ സമ്പത്തും താൻ കൈക്കലാക്കി എന്ന് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജയപ്രകാശിന്റെ കൈവശമുള്ള ഏതാണ്ട് 20 കോടിയിലധികം വരുന്ന സമ്പത്ത് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ജയപ്രകാശ് സ്വയം മുന്നോട്ട് വന്ന് രത്നരാജിന്റെ കുടുംബക്കാരുടെ കയ്യിൽ എത്രയും വേഗം ഏൽപ്പിക്കണമെന്ന് ഈ കോടതി ഉത്തരവിടുകയാണ്. ഒരുപാട് സന്തോഷമായി പോലെ. എന്റെ JP ചേട്ടാ, ഇനി ഇങ്ങനെ വെറുതെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാം അങ്ങോട്ട് എഴുതി തന്നിട്ട് വടിച്ചു നക്കിയിട്ട് പോയിക്കോ. ചെറിയ കുട്ടിയെന്ന് പോലും നോക്കാതെ അതിനെ കൊല്ലാൻ നോക്കിയതല്ലേ. ഇതും കണ്ടിട്ട് ദൈവം വെറുതെ ഇരിക്കോ? ജഡ്ജിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് തന്നില്ലേ? തന്നെയൊക്കെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ എന്തായി പറയുന്നേ? ഇതിനൊക്കെ കാരണക്കാരൻ ഞാനല്ല, ആ രാധയും രത്നരാജിന്റെ ഡ്രൈവറും. ഞാനൊന്നും ഒപ്പിട്ട് കൊടുത്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ എന്നെയും ആ ലോയറിനെയും അന്ന് തന്നെ മേലോട്ട് അയച്ചേനേം. അറിയാമോ എനിക്ക്? എതിരാളി ആരെന്നറിയാതെ എന്നോട് വന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല JP. നിന്റെ ദേഷ്യം അവിടെ ചെന്ന് കാണിക്കേ. വെള്ളം വേണോ ഇവിടെ നിനക്ക്? ഈ നാവുകൊണ്ട് ചേട്ടനെ പറ്റി എന്തൊക്കെയാണ് നീ പറഞ്ഞ? ധാരാളം നിനക്ക് വെള്ളം. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും. ഇവരെന്തെങ്കിലും പറഞ്ഞാലേ അറിയൂ. കുറെ നേരമായിട്ട് ഒരുത്തന്റെ പേര് പറഞ്ഞോണ്ടിരിക്കുക. ആരായി വിളിക്കുന്നേ?
അവൻ ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാ. അയാളെ കാണാൻ വേണ്ടി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നെന്ന് തോന്നുന്നു. ഒന്ന് വേഗം വരാൻ പറഞ്ഞു. കുട്ടി, 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 ഞാൻ രാധയാ വന്നിരിക്കുന്നേ. കുട്ടി, കുട്ടിയൊന്ന് നോക്ക്. കുട്ടി, ഡാ. കുട്ടി, എന്താ ഉണ്ടായത്? പറയേ. എല്ലാവരും ഒന്ന് പുറത്തേക്കാൻ പറ. എല്ലാരും കുറച്ചേരം പുറത്തേക്കും. വാ ചേട്ടാ, നമുക്ക് പുറത്ത് നിൽക്കാം. വാമേ വരൂ. കുട്ടി, മോനെ. പറയൂ കുട്ടി, എന്തുണ്ടായത്? അവനില്ല വേലു എന്നെ ചവിട്ടിയിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് ഇട്ടു ചേട്ടാ. ഞാൻ ജീവന് വേണ്ടി പെടയുമ്പോ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു. വായിന് മൂത്രമൊഴിച്ചു ചേട്ടാ. എന്റെ മുഖത്താ മൂത്രമൊഴിച്ചത്. അവൻ അതിനനുഭവിക്കണം ഏട്ടാ. ഏട്ടൻ വേണം അവനോട് പകരം വീട്ടാൻ. അവനെ കുട്ടി, 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 കുട്ടി. അവനെങ്ങോട്ട് വിടാൻ നീ മാറി നിൽക്ക്. അവനെ കൊല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അത് നടക്കില്ല. എന്താ എന്താ അവിടെ? അവനെ രക്ഷപ്പെടുത്തിയല്ലേ? ചെലതുരെ നീ തെറ്റായ ഇടത്തിലാ വന്ന് പെട്ടിരിക്കുന്നേ. അവനൊപ്പം നിന്നെയും എനിക്ക് കൊല്ലേണ്ടി വരും. എനിക്ക് കുഴപ്പമില്ല, നിനക്ക് വെട്ടണം, അത്രയല്ലേ ഉള്ളൂ. വന്ന് വെട്ട്, വന്ന് വെട്ട്, വന്ന് വെട്ടടാ. വെട്ടൂടാ, വെട്ടെന്ന് പറഞ്ഞാൽ വെട്ടും.
നിന്റെ കൺമുമ്പിലിട്ട് അവനെ ഞാൻ വെട്ടി തുണ്ടെന്നുണ്ടാക്കും. പറ്റുന്നുണ്ടെങ്കിൽ രക്ഷിക്കടാ. നോക്കണം.